മാനം ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം മാനനഷ്ടത്തിന് പോകണമായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ ഒരു നിയമ നടപടി കൈക്കൊള്ളാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മനുഷ്യ മനസ്സാക്ഷിയെയും മരവിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു. അതിനുശേഷം ബോധപൂർവം ആ പെൺകുട്ടിയോട് അബോർട്ട് ചെയ്യുവാനായിട്ട്, ഗർഭഛിദ്രം നടത്തുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഫോഴ്സ്ഫുള്ളി നിർബന്ധിക്കുകയാണ് അദ്ദേഹം അബോർഷൻ ചെയ്യുന്നതിനായിട്ട്. ആ പെൺകുട്ടിയുടെ കരച്ചിൽ ഇന്ന് കേരളം മുഴുവൻ കേട്ടതാണ്. ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് അവരെ ബോധപൂർവം ഗർഭിണിയാക്കുകയും തുടർന്ന് ഗർഭഛിദ്രത്തിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിലൊരു സൈക്കോപാത്തായിട്ട് പാലക്കാടിന്റെ MLA മാറിയിരിക്കുകയാണ്. അദ്ദേഹം MLA ആയിട്ട് തുടരുന്നതിനല്ല, ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് തന്നെ അദ്ദേഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള യോഗ്യതയോ അർഹതയോ ഇല്ല.